അമ്മയും മക്കളൊക്കെ ആകുമ്പോൾ പിണങ്ങും അതൊക്കെ സ്വാഭാവികം. ഞാൻ പറഞ്ഞില്ലേ, പൊന്നുമായിട്ട് പിണങ്ങാറുണ്ട്, കുഞ്ഞിനായിട്ട് പിണങ്ങാറുണ്ട്, കുണുക്കനായിട്ട് ഷെബിയായിട്ട് അനിയായിട്ടൊക്കെ ഞാൻ പിണങ്ങാറുണ്ട്. ഇവരൊക്കെ ആയിട്ട് മറ്റുള്ളവരും പിണങ്ങാറുണ്ട്. എല്ലാവരും ഫാമിലി യൂട്യൂബ് വീഡിയോസ് എല്ലാവരും കുറേ പേര് കാണുന്നവരായിരിക്കും. അതിൽ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു പേരാണ് ഈ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറഞ്ഞാൽ. അവരുടെ കുറേയധികം വീഡിയോസ് നിങ്ങൾ പലരും ഫോളോ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും, അവരെ പറ്റി അറിയുന്നവരും ഉണ്ടായിരിക്കും. അവരെല്ലാ വർഷവും ഏതെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് എപ്പോഴും ഭയങ്കരമായിട്ട് എയറിൽ കയറുന്നതായിരിക്കാം. ഇതിനു മുമ്പ് ഉണ്ടെങ്കിൽ അവരുടെ മൂത്ത മോള് ഒളിച്ചോടിപ്പോയെന്നൊക്കെ പറഞ്ഞ് അത് ഭയങ്കരമായിട്ട് ഇഷ്യൂ ആയിരുന്നു, വീട്ടിൽ കേട്ടില്ല, അവർ ഭയങ്കരമായിട്ട് കരഞ്ഞൊക്കെ വീഡിയോ ഇട്ടിരുന്നു. അവസാനം അത് കഴിഞ്ഞതിന് ശേഷം അവർ ഒന്നിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പബ്ലിക്കായിട്ട് അവരെല്ലാ കാര്യങ്ങളും വന്ന് സംസാരിക്കാറുണ്ട്, അവരുടെ ഇഷ്യൂസും എല്ലാം. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരെ ഇളയ മോളായിട്ടുള്ള നന്ദന ഉണ്ടെങ്കിൽ ഒരു 2-3 മാസം മുമ്പുണ്ടെങ്കിൽ ഇവർ തന്നെ ഒരു പയ്യനുമായിട്ട് എൻഗേജ്മെൻ്റൊക്കെ നടത്തിയത്. അതിന് ശേഷം ഉണ്ടെങ്കിൽ നന്ദനെ അവരുടെ വീഡിയോസിലൊന്നും കാണാനില്ലായിരുന്നു. ഫാൻസും ഈ ഒരു ഫോളോ ചെയ്യുന്നവരൊക്കെ നന്ദന എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു 13 ദിവസം മുമ്പ് ഉണ്ടെങ്കിൽ അവർ അതിനെക്കുറിച്ചൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അവരുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ എന്താണ് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയും മക്കളൊക്കെ ആകുമ്പോൾ പിണങ്ങും അതൊക്കെ സ്വാഭാവികം. ഞാൻ പറഞ്ഞില്ലേ, പൊന്നുമായിട്ട് പിണങ്ങാറുണ്ട്, കുഞ്ഞിനായിട്ട് പിണങ്ങാറുണ്ട്, കുണുക്കനായിട്ട് ഷെബിയായിട്ട് അനിയായിട്ടൊക്കെ ഞാൻ പിണങ്ങാറുണ്ട്. ഇവരൊക്കെ ആയിട്ട് മറ്റുള്ളവരും പിണങ്ങാറുണ്ട്. എല്ലാവരും അങ്ങോട്ട് പിണങ്ങുന്നവരൊക്കെ ഞാൻ. ഒരു വീടല്ലേ, ചട്ടിങ്കലൊക്കെ തട്ടിമുട്ടൊക്കെ ഇരിക്കുക സ്വാഭാവികമാണ്. അല്ലാണ്ട് ഇപ്പോൾ ഞങ്ങൾ മാതൃകാ കുടുംബമാണ്, തല്ലുകൂടില്ല, ഞങ്ങൾ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്, എപ്പോഴും ഞങ്ങൾ കെട്ടിപ്പിടിച്ചത്, എപ്പോഴും ഉപയോഗിച്ചോണ്ടൊന്നും ഞാൻ പറയല്ല. ഇന്ന് ഞാൻ ഒന്ന് പറഞ്ഞ പിണക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള എല്ലാ വീട്ടിലുള്ള പിണക്കങ്ങളും. ഇപ്പോൾ കുഞ്ഞിനെ ഞാനും കുറച്ച് ദിവസം മണിക്കാണ് ഞങ്ങൾ രണ്ടാളും മിണ്ടില്ല, ഇനി സമയമാകുമ്പോൾ മിണ്ടേണ്ട സമയം ഞങ്ങൾ മിണ്ടും, സ്വാഭാവികം. അതെല്ലായിടത്തുള്ള പോലെ ഞാൻ എല്ലാവരും. ഇപ്പോൾ അത് അതല്ല, ഇത് കുഞ്ഞിനെ കാണാനില്ല ഓരോ കുഞ്ഞെ പണ്ടോട്ടേ വീഡിയോയിൽ കാണാം. പിന്നെ ഇപ്പോൾ കുഞ്ഞിനെ കാണാനില്ല ഇത്രയും വിമർശിച്ചടിച്ച് ചോദിക്കുന്നത് സ്നേഹത്തിൽ ചോദിക്കുന്നവരോടൊക്കെ, അല്ലാണ്ട് നെഗറ്റീവായിട്ട് ചോദിക്കുന്നവരോടൊക്കെ നമുക്കറിയാം നെഗറ്റീവായിട്ട്. ഞാൻ കുഞ്ഞിനെ പിണങ്ങാൻ അവളെ ഞാൻ വീഡിയോ എടുക്കാറില്ല, അത്രേ ഉള്ളൂ. സോ ഇതാണ് അന്ന് പറഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിരുന്നത്. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നലെ തലേന്നുണ്ടെങ്കിൽ നന്ദു ഉണ്ടെങ്കിൽ തൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. അത് ആ ഒരു പയ്യനെ തന്നെയാണ് കല്യാണം കഴിച്ചത്. പക്ഷേ ആ ഒരു പയ്യൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു നന്ദനയുടെ അച്ഛനും അമ്മയും ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് എന്താണ് സംഭവിക്കുന്നത്, ഇനി കണ്ടൻറ്റിന് വേണ്ടിയാണ് ഇവരിതെല്ലാം ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. കൂടുതൽ ആൾക്കാർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഒരു വീഡിയോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കണ്ടൻറ്റിന് വേണ്ടിയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവർ തന്നെ ഒന്നാമത് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഇങ്ങനെ ഇവർ എപ്പോഴും ചെയ്യുന്ന നാടകങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. ഇത് നമുക്ക് എന്താണെന്നുള്ള കാര്യം കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. ബട്ട് അവരെ കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം ആ ഒരു പെൺകുട്ടി നന്ദനയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വഴിയാണ് മനസ്സിലായത്. ബാക്കി അവരുടെ കുടുംബത്തിൽ എന്ത് നടന്നെന്ന് ഇതുവരെ ഒന്നും അറിയത്തില്ല.